പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളും പൊതുപ്രവർത്തകരൊക്കെ ചേർന്ന് ഇപ്പോൾ മാനേജ്മെൻറ്റുമായി സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ചേരുന്നുണ്ട്. എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? അല്ല, ഇന്ന് വളരെ ഈ വിഷയം വന്നത് മുതൽ ഞങ്ങളെല്ലാം ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. വളരെ ദാരുണമായൊരു സംഭവമാണ്. 1.5 വയസ്സുള്ള കുട്ടി, അതും ഒരുപാട് കാലം കാത്തുനിന്ന ശേഷം വന്ന കുട്ടി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ല. ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കുടുംബവും എല്ലാം ചേർന്ന് DYSP ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ തഹസിൽദാർ ഉൾപ്പെടെ വന്നുകൊണ്ടാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ കുടുംബം മുന്നോട്ട് വെക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതിൽ ശക്തമായ അന്വേഷണം നടത്തി ഇതിന് കുറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതെങ്കിലും നിലയിൽ ഒരു കോമ്പൻസേഷന് വേണ്ടിയൊന്നുമല്ല കുടുംബം വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട കുട്ടി ഒരു കോമ്പൻസേഷനും കൊണ്ട് തീരുന്നൊന്നല്ല. ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാത്ത നിലയിൽ, ചികിത്സാ പിഴവില്ലാത്ത നിലയിൽ ആശുപത്രി മുന്നോട്ട് നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിനോട് മാനേജ്മെൻറ്റ് പ്രതികരണം നടത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് ഏതെങ്കിലും നിലയിൽ അന്വേഷണത്തിൽ ഇടപെടാൻ നിലയുണ്ടാവില്ല. അവരുടെ എല്ലാ രേഖയും ഇതിനോടകം തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പോലീസ് മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. DMO ഉൾപ്പെടെ പങ്കെടുക്കുന്ന മെഡിക്കൽ ബോർഡാണ് പിന്നീട് ഇവർ കൊടുത്ത ട്രീറ്റ്മെൻറ്റ് സംബന്ധിച്ച് പരിശോധിക്കുക. ആ ട്രീറ്റ്മെൻറ്റ് സംബന്ധിച്ച് പരിശോധിച്ച് അതിലാരെയൊക്കെ ഉൾപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് ആ ബോർഡ് പറയുന്നതനുസരിച്ചാണ് പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഏതായാലും ഏതെങ്കിലും നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത് പോലെയുള്ള അനാസ്ഥ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ രക്ഷപ്പെടുന്ന നിലയുണ്ടാവില്ല എന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ നടത്തിയ ചർച്ചയിൽ നിന്ന് വന്നിട്ടുള്ളൊരു തീരുമാനം. അവരുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല, അവരിന്ന് ആരും വന്നില്ല. അവർ 3 ഡോക്ടർമാർ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, അവരാരും വന്നിട്ടില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പിഴവ് സ്വയം സമ്മതിക്കുന്ന നിലയുണ്ടാവില്ല. നമുക്കറിയാം, ഇങ്ങനെ കേസുകളിൽ ആരും അത് സമ്മതിക്കാൻ തയ്യാറാവാത്തൊരു കാര്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ ബോർഡൊക്കെ ചേർന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി വരുന്നൊരു കാര്യമാണ്.